അപ്പം ഇതാണ് ആ സംഭവം. നമ്മൾ കാത്തിരുന്ന മോസ്റ്റ് വെയിറ്റിംഗ് ആയിട്ടുള്ള 2 പ്രോഡക്റ്റ്സാണ് എയർപോഡ് പ്രോയും അതേപോലെ തന്നെ എയർപോഡ് 2ഉം. അപ്പം ഇത് രണ്ടും ഒറിജിനൽ ആണോ എന്ന് ചോദിച്ചാൽ ഒറിജിനൽ അല്ല. ഒറ്റ നോട്ടത്തിൽ പെട്ടെന്ന് കാണുവാണെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇത് ഒറിജിനൽ ആണെന്ന്. പക്ഷേ സംഭവം രണ്ടും ക്ലോൺസ് ആണ്, അതായത് ഒറിജിനലിൻ്റെ കോപ്പീസ് എന്ന് വേണമെങ്കിൽ പറയാം. വെറുതെ ഒരു ക്ലോൺ അല്ല, ഇത് രണ്ടും അടിപൊളി ഉഗ്രൻ ക്ലോണുകളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ എയർപോഡ് പ്രോയുടെ വിശേഷങ്ങളാണ്. അപ്പം ലെറ്റ്സ് അൺബോക്സ് എയർപോഡ് പ്രോ. അപ്പോൾ തുറക്കുമ്പം നമ്മളെ യൂഷ്വൽ ആപ്പിൾ സ്റ്റഫ് എന്ന രീതിയിൽ ആ ഒരു എന്നാ കാർഡും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തേക്കുന്ന കാർഡ്. പക്ഷേ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഈ ഒരു വെൽക്കം ഗൈഡിനകത്ത് പഴയ എയർപോഡ് 2ൻ്റെ ഇൻഫർമേഷൻസും അല്ലെങ്കിൽ ആ ഒരു പടങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. എന്തോ അത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല അവർ. ഇപ്പോഴും ഒരു പഴയ ഗൈഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് പാവങ്ങൾ. ഇനി നമുക്ക് നമ്മുടെ ആക്ച്വൽ പ്രോഡക്റ്റിലേക്ക് കിടക്കാം. നമ്മുടെ പ്രോഡക്റ്റ് ഇവിടെ ഉണ്ട്. ഇതാണ് എയർപോഡ് പ്രോ. ആ ഒരു പാക്കേജിംഗ് ഒക്കെ വളരെ നൈസ് തന്നെയാണ്. ഇത് നമുക്കിപ്പോൾ സൈഡിൽ വെച്ചിട്ട് നമുക്ക് പ്രോഡക്റ്റിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം എന്തൊക്കെയുണ്ടെന്നുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ള, വളരെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്ലാസ്റ്റിക് ഇത് തന്നെയാണിത്. പിന്നെ ഉള്ളത് നമ്മുടെ ചാർജിങ് കേബിളാണ്. പിന്നെ അതിൻ്റെ കൂടെ വളരെ സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നിയത് നമുക്ക് കംഫർട്ടായിട്ട് നമ്മുടെ ചെവിയിൽ ഫിറ്റ് ചെയ്യാനുള്ള ഇയർ ടിപ്പുകൾ ഇതിൻ്റെ കൂടെ ഇത് കിട്ടിയിട്ടുണ്ട്. ആക്ച്വലി പറഞ്ഞാൽ ഇതിനൊക്കെയാണ് നമ്മൾ പറയേണ്ട അറ്റൻഷൻ ടു ഡീറ്റെയിൽസ്. അവരത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല പ്രോഡക്റ്റാണ്, വളരെ നല്ല കമ്പനിയുടെ ഒരു പ്രോഡക്റ്റാണ്. നമുക്കിത് ഓൺലൈനിൽ ഓർഡർ ചെയ്യാം, സീനൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസൊക്കെ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഡിവൈസ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. എങ്ങനെ കണക്ട് ചെയ്യുന്നത് കാണിക്കാം. നമ്മുടെ എയർപോഡ് പ്രോ ക്ലോൺ നമ്മുടെ ഐഫോണിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. ആദ്യം നമ്മൾ ലിഡ് ഓപ്പൺ. ഇതാണ് ഒരു ചെറിയ കുഴപ്പം, ഇതിൻ്റെ മാഗ്നറ്റ് വളരെ പവർഫുള്ളാണ്. അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു കൈ ഇവിടെ ബാക്കിൽ വെച്ചാൽ കണക്ട് ചെയ്യുന്ന സമയത്ത്. കാരണം വളരെ പവർഫുൾ ആയിട്ടുള്ള മാഗ്നറ്റാണ്. പോയതിനേക്കാളും നല്ല സ്പീഡിലായിരിക്കും തിരിച്ചു വരുന്നത്. അങ്ങനെ പോയാൽ നമ്മുടെ ലാച്ച് കംപ്ലൈൻ്റ് ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതിനുള്ളൊരു ചാൻസ് കൊടുക്കരുത്. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും, നോട്ട് യുവർ എയർപോഡ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു പോപ്പപ്പ്. അതിൻ്റെ താഴെ കണക്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പം കണക്ട് ചെയ്യാൻ ബാക്കിലുള്ള ഹോം ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പറയും. അപ്പോൾ നമ്മൾ ബാക്കിലേക്ക് തിരിച്ചിട്ട് ഈ ബാക്കിൽ ഹോം ബട്ടൺ ഉണ്ട്, അത് ജസ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിയുമ്പോൾ നമുക്കിവിടെ കണക്റ്റിംഗ് എന്ന് എഴുതി കാണിക്കും. ഇവിടെ കാണാം കണക്റ്റിംഗ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഒറിജിനൽ എയർപോഡ് പ്രോയുടെ ആ ഒരു എന്താ പറയുക സ്പ്ലാഷ് സ്ക്രീൻ കാണിക്കും. എന്തൊക്കെ ജസ്റ്റേഴ്സും ഫീച്ചേഴ്സും ഒക്കെയാണ് ഒറിജിനൽ എയർപോഡ് പ്രോയ്ക്കുള്ള. അതിൻ്റെ നോയിസ് കൺട്രോൾ, ഇതിലുള്ള ഈ ഒരു നോയിസ് കൺട്രോൾ ആക്ടിവേഷൻ എന്ന് പറഞ്ഞ സംഭവം ഇതിൽ നടക്കുമെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു നോയിസ് ക്യാൻസലേഷൻ കിട്ടത്തില്ല. അതിന് പകരം ഒരു ഫീച്ചറായിട്ടല്ല, നമുക്കറിയാം നോർമലി നമ്മൾ ഇതുപോലത്തെ ഇയർബഡ് ടിപ്പുള്ള നമ്മളെ ചെവിയിലേക്ക് ഇയർ കനാലിലേക്ക് വെക്കുമ്പം നമുക്ക് ടോട്ടലി ചുറ്റുമുള്ള അല്ലെ അടുത്തുള്ള സൗണ്ടൊന്നും കേൾക്കാൻ പറ്റത്തില്ല. ജസ്റ്റ് ഒരു സൗണ്ട് ഐസൊലേഷൻ അല്ലെ നോയിസ് ഐസൊലേഷൻ കാണും. അപ്പോൾ ആ ഒരു ചെറിയ ഐസൊലേഷൻ നമുക്ക് കിട്ടും ഇത് വെച്ച് ചെയ്യുമ്പം. ഇനിയിപ്പോൾ നമ്മൾ ലിഡ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് തിരിച്ച് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം ഇവിടെ ഒരു പോപ്പപ്പ് വരും. ഇതിൻ്റെ ഇൻഫർമേഷൻസ് ഇതിനകത്ത് നമുക്ക് കാണാം മിലൻസ് എയർപോഡ് പ്രോ എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നേക്കുന്നത്. ഞാൻ ഇതിനകത്ത് പേരൊന്നും ആഡ് ചെയ്തില്ല, ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നെയിമൊക്കെ ഡിറ്റക്റ്റ് ചെയ്തു. കാരണം ഐഫോണിൻ്റെ പേര് ആ ഒരു പേര് കൃത്യമായിട്ട് തന്നെ എടുത്ത് ആ ഒരു പേര് തന്നെ ഇട്ട് മിലൻസ് എയർപോഡ് പ്രോ എന്നൊക്കെ എഴുതി വന്നു. അപ്പോൾ അതൊക്കെ ഒരു അടിപൊളി ഫീച്ചർ എന്ന് തന്നെയാണ് പറയാം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു കേസിന് എന്തോരം ചാർജ് ഉണ്ട്, അതേപോലെ നമ്മുടെ 2 ഡിവൈസുകൾക്കും എന്തോരം ചാർജ് ഉണ്ട്. 2 സ്റ്റെമുകളും 100% ആണ്. ഈ ഒരു കേസിന് എയർപോഡ് പ്രോയുടെ കേസിന് ആകെ 15% ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ എയർപോഡ് പ്രോ കണക്ട് ചെയ്യുന്നത് നമ്മുടെ ഡിവൈസിലേക്ക്. ഇനി നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിനെ പറ്റി സംസാരിക്കാം. അപ്പം ആദ്യം തന്നെ നമ്മുടെ കേസിൻ്റെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ നല്ല ടഫ് ആൻഡ് റഫ് ആയിട്ടുള്ളൊരു ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് കേസ് തന്നെയാണ് ഉള്ളത്. അത് പറയാതിരിക്കാൻ പറ്റില്ല. നല്ല ക്വാളിറ്റി ഉള്ള ഒരു കേസ് തന്നെയാണ്. അത്ര മോശം എന്ന് ഞാൻ പറയത്തില്ല. നല്ല സ്റ്റേഡി ആയിട്ടുള്ള ടഫായിട്ടുള്ള ഒരു കേസ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ലൈറ്റനിങ് പോർട്ട് എന്ന് പറയുന്നത്, ഞാൻ ഒറിജിനൽ ആപ്പിളിൻ്റെ നമ്മുടെ ഐഫോണിൻ്റെ കൂടെയൊക്കെ വരുന്ന ഒറിജിനൽ കേബിൾ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ചാർജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ വരയുന്ന പോലെ ഒരു ഫീലിംഗ് തോന്നാറുണ്ട് ചില സമയത്ത്. എപ്പോഴും ഇല്ല, ചില സമയത്ത് നമുക്ക് അങ്ങനെ തോന്നും. അതിന് പകരം നമുക്ക് ഒറിജിനൽ കേബിൾ ഉപയോഗിക്കേണ്ട, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ ഇച്ചിരി പേടിയുള്ളവർക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കേബിൾ വരുന്നുണ്ട്, അത് ഉപയോഗിച്ചാൽ മതി. അത് ഉപയോഗിച്ച് ചാർജ് ചെയ്യാനുള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ ചാർജ് കയറിക്കോളും, ആ കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ ഞാൻ ഇതിനകത്ത് നോട്ടീസ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഒരു കേസിൻ്റെ ലിഡ്
അത് ഇച്ചിരി ലൂസാണ്. ഇത് കണ്ടോ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പം ഇച്ചിരി ലൂസിനെസ് ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഈ ലാച്ച് ആപ്പിളിൻ്റെ പോലെ തന്നെ മാറ്റ് ഫിനിഷ് ഉള്ള ലാച്ച് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഡിഫറൻസ് നമുക്ക് വരത്തില്ല. ബാക്കിലും ഡിസൈൻ ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ എന്നുള്ള ആ മാർക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ ഈ ഒരു കേസ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ പോറൽ വീഴാൻ ചാൻസ് ഉള്ള ഒരു കേസാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ വെക്കുമ്പോഴോ അല്ലെങ്കിൽ പ്ലേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ സൂക്ഷിക്കണം. ഇങ്ങനെ ഉരച്ചൊക്കെ എടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ പോറൽ അതൊക്കെ വീഴാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ മാഗ്നറ്റ് എന്ന് പറയുന്നത് അത് എടുത്ത് പറയേണ്ട തന്നെ ഒരു മാഗ്നറ്റാണ്. കാരണം ഇതിൻ്റെ ലിഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് തട്ടിയാൽ തന്നെ ലിഡ് തിരിച്ച് ക്ലോസ് ആവും, റിട്ടേൺ വരും. അത്രയ്ക്ക് നല്ല പവർഫുള്ളാണ്. പിന്നെ പറയേണ്ടത് നമ്മുടെ ഈ 2 സ്റ്റെമ്മുകൾ ഇരിക്കുമ്പം ഞാനിപ്പം ഇത് ഷെയ്ക്ക് ചെയ്ത് കളയാൻ നോക്കിയാലും ഒരു രക്ഷയില്ല, പോരത്തില്ല. അത്രയ്ക്ക് നല്ല പവർഫുൾ മാഗ്നറ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു കേസിൻ്റെയും മാഗ്നറ്റിൻ്റെയൊക്കെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് 10 8.5 മാർക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കും. കാരണം അത്ര നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. ഇനി നമുക്ക് നമ്മുടെ ആക്ച്വൽ ഡിവൈസിലേക്ക് കിടക്കാം. ഞാൻ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്, ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് തന്നെയാണ് മെഗറ്റ്സ് ഉപയോഗിച്ചേക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഇയർ ബഡുകളാണെങ്കിൽ പോലും നല്ല ക്വാളിറ്റി ഉള്ള ഇയർ ബഡുകളാണ്. നമുക്ക് ചെവിക്ക് റാഷസോ അല്ലെങ്കിൽ നമ്മൾ ചെവി വെച്ച് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഈ കേസിനകത്ത് നമുക്ക് ഈ ഒരു ഇയർ സൈസ്, നമ്മുടെ ഇയർ കനാലിൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള ബഡുകൾ ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒറിജിനൽ ഇയർപോഡ് പ്രോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പം ആകെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് പെട്ടെന്ന് കാണത്തില്ല. അത് ഇയർപോഡ് പ്രോ അറിയാവുന്നവർക്കേ ഉള്ളൂ അത് മനസ്സിലാകത്തുള്ളൂ. അതായത് ഇതിൻ്റെ മൈക്രോഫോൺ പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് താഴെ തന്നെയാണ്. പക്ഷേ ഈ മൈക്രോഫോൺ അല്ല ഇയർപോഡ് പ്രോയ്ക്ക് വരുന്നത്, ശരിക്കുള്ള ആപ്പിൾ ഇയർപോഡ് പ്രോയ്ക്ക് വരുന്നത് ഇങ്ങനെയല്ല. ഇതിപ്പം നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ സെക്കൻഡ് ജനറേഷൻ അതേ ഒരു കോപ്പി അല്ലെങ്കിൽ അതേ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു മൈക്രോഫോൺ ഡിസൈൻ ചെയ്യുന്നത്. പക്ഷേ ശരിക്കുള്ള ആക്ച്വൽ ഇയർപോഡ് പ്രോയ്ക്ക് മൈക്രോഫോൺ പ്ലേസ്മെൻറ്റ് ഇവിടെയാണ്. പക്ഷേ ഈ ഒരു സിൽവറി പ്ലേറ്റിങ്ങോ അല്ലെങ്കിൽ സിൽവർ കളറുള്ള സംഭവം അവിടെ ഇല്ല. പിന്നെ ഇവർ അറ്റൻഷൻ ടു ഡീറ്റെയിൽസ്, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഇവർ ഈ ഒരു സ്റ്റെമ്മിൻ്റെ അടിയിലാണെങ്കിൽ പോലും ഒരു എന്തോ റൈറ്റിങ്സ് എഴുതിയിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ പോലും അവർ കൃത്യമായിട്ടുള്ള ഓരോ ഡീറ്റെയിൽസിൽ അവർ കൃത്യമായിട്ടുള്ള അറ്റൻഷൻ കൊടുത്താണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു ഇയർ ബഡ് സൈസ്, ഈ ആക്ച്വൽ എയർപോഡ് പ്രോയുടെ ബഡ് സൈസ് എന്ന് പറയുന്നത് ഈ ഒരു സൈസ് അല്ല. അതൊരു ഒരു ഓവൽ ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലിരിക്കുന്ന ഒരു ഓപ്പണിംഗ് ആണുള്ളത്. പക്ഷേ ഇതിന് ആക്ച്വൽ സർക്കുലർ ഓപ്പണിംഗ് ആണ് ഇതിനുള്ളത്. ആ ഒരു വ്യത്യാസം എന്തായാലും നമുക്ക് ആക്ച്വൽ എയർപോഡ് പ്രോയുടെ ഇമേജസ് നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു വ്യത്യാസം. അതേപോലെ തന്നെ ഈ ഗ്രില്ലിൻ്റെ കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ്. ഇതേപോലെ വെള്ളയല്ല, ഇതിനകത്തുള്ള മെഷ് ഉപയോഗിച്ചേക്കുന്ന വെള്ള കളറുള്ള മെഷാണ്. മറ്റേ ആക്ച്വൽ എയർപോഡിനാണ് ബ്ലാക്ക് ആണുള്ളത്. അടുത്ത ഇതിൻ്റെ മൈക്രോഫോൺസിനെ പറ്റിയാണ് പറയുന്നത്. മൈക്രോഫോൺസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മൈക്രോഫോൺസ് ആണ്. ഞാനിത് ട്രൈ ചെയ്ത് നോക്കി, പലരെയും കോൾ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കി. അത്രയ്ക്കും കണക്ടിവിറ്റി ഇഷ്യൂസോ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. നല്ല റേഞ്ചും കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെ ജസ്റ്റേഴ്സൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ചില സമയത്ത് നമുക്കിപ്പം ഞാൻ ആൻഡ്രോയിഡ് ഫോണിൽ ഇത് കണക്ട് ചെയ്ത് നോക്കി. ആൻഡ്രോയിഡ് ഫോണിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഇയർബഡ് ഏതെങ്കിലും ഒരെണ്ണം എടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ വീഡിയോയോ പാട്ടോ എന്നാന്ന് വെച്ചാൽ അത് പോസ് ആവും. പക്ഷേ ഐഫോണിൽ ഞാൻ കണക്ട് ചെയ്തിട്ട് ശരിക്കും ഐഫോണിലാണ് ഇങ്ങനെ കൃത്യമായിട്ട് വർക്ക് കാണേണ്ടത്. പക്ഷേ ഐഫോണിൽ ഞാൻ പല തവണ നോക്കിയിട്ടും ഇപ്പം യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ ഒരു ഇയർബഡ് ഏതെങ്കിലും ഒരെണ്ണം റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി വീഡിയോ പോസ് ആകുന്നില്ല. ആ ഒരു ഡിഫറൻസ് എനിക്ക് തോന്നി. പക്ഷേ മ്യൂസിക്കിൽ കൃത്യമായിട്ട് പോസ് ആകുന്നുണ്ട്. ഞാൻ റിലീസ് ചെയ്യുന്ന ഒരു ഇയർബഡ് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു ഇയർബഡ് എടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി മ്യൂസിക് പോസ് ആകുന്നുണ്ട്. പക്ഷേ ഈ വീഡിയോസിൻ്റെ കാര്യത്തിൽ, യൂട്യൂബ് വീഡിയോസിൻ്റെ കാര്യത്തിൽ ഇത് വർക്ക് ആകുന്നില്ല. പക്ഷേ ആൻഡ്രോയിഡിൽ ഇത് കൃത്യമായിട്ട് വർക്ക് ആകുന്നുണ്ട്. ആ ഒരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തു. പിന്നീട് ഇതിനെ ഡൗൺ സൈഡ് എന്ന് പറയുന്ന 2-3 കാര്യങ്ങളുണ്ട്. ചില സമയത്ത് നമ്മളിത് ഇയറിൽ പ്ലേസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഇതിൻ്റെ 2 സൈഡിലും സെൻസേഴ്സ് ഉണ്ട്. അതുകൊണ്ട് സെൻസേഴ്സ് മുട്ടുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ഇത് സൗണ്ട് ഇടയ്ക്ക് ഒരു കൺഫർമേഷൻ സൗണ്ട് ഉണ്ടല്ലോ, നമ്മൾ ചെവിയിൽ പ്ലേസ് ആയി കഴിയുമ്പോൾ ഒരു കൺഫർമേഷൻ സൗണ്ട് ഉണ്ട്. അത് ചില സമയത്ത് അനോയിങ് ആയിട്ട് തോന്നാറുണ്ട്. പിന്നീട് ഒരു പാട്ടോ വീഡിയോയോ ചില സമയത്തേ ഉള്ളൂ, എപ്പോഴും ഇല്ല. ചില സമയത്ത് നമ്മൾ ഒരു വീഡിയോയോ മ്യൂസിക്കോ പ്ലേ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ റൈറ്റ് സൈഡിലെ ഇയർബഡിലായിരിക്കും പാട്ട് ആദ്യം കേൾക്കുന്നത്, പിന്നീടാണ് ലെഫ്റ്റ് സൈഡിലെ ഇയർബഡിലേക്ക് വരുന്നത്. ആ ഒരു ചെറിയ ഡിലേ എപ്പോഴും ഇല്ല, ചില സമയത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, ചെറിയൊരു ഡിലേ വരുന്നുണ്ട്. ആദ്യം പാട്ട് റൈറ്റിൽ പ്ലേ ചെയ്ത് തുടങ്ങിയിട്ട് പിന്നീട് ലെഫ്റ്റിലായിരിക്കും വരുന്നത്. ഞാൻ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള എൻ്റെ ഒരു 2-3 ദിവസത്തെ ഉപയോഗിച്ചിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഇത്രയും കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ജസ്റ്റേഴ്സ്, ഒറ്റ ടാപ്പിന് നമുക്ക് സിറി ആക്ടിവേറ്റ് ചെയ്യാം. പിന്നെ ഒന്നുകൂടെ ടാപ്പ് ചെയ്താൽ സിറി പൊക്കോളും, ഡിസ്മിസ് ആയിക്കോളും. അതേപോലെ തന്നെ ഡബിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ നമ്മൾക്ക് മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മ്യൂസിക് പ്ലേ ചെയ്യുകയോ പോസ് ചെയ്യുകയോ ചെയ്യാം. പിന്നെ ഇതിൽ കോൾ വരുവാണെങ്കിൽ ഇത് കോൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്യാം, കോൾ ഡിസ്കണക്ട് ചെയ്യുകയും ചെയ്യാം. അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. അത് ആൻഡ്രോയിഡിലും ഐഫോണിലും സൈമൾട്ടേനിയസ്ലി വർക്ക് ആവുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, പെർഫെക്റ്റ് ആയിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഡൗൺ സൈഡ് എന്ന് പറയുന്നത് നമ്മൾ ഗെയിമിങ്ങിലേക്ക് വരുമ്പോഴാണ്.
ഗെയിമിലേക്ക് നമുക്കറിയാം ട്രൂ വയർലെസ് എയർബഡുകൾക്കൊക്കെ മിക്കതിനുമുള്ളതാണ്, ആഫ്റ്റർ മാർക്കറ്റ് പ്രോഡക്ട്സിനൊക്കെ മിക്കതിനുള്ളതാണ് നമുക്ക് ലേറ്റൻസി. ഗെയിം കളിക്കുമ്പം സൗണ്ട് കേൾക്കുന്നത് ഡിലേ ആണ്. ഇപ്പോൾ നമ്മൾ പബ്ജി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫയർ ചെയ്ത് 1 സെക്കൻഡ് ഡിലേ വരും നമ്മൾ ഫയറിങ്ങിൻ്റെ ആ ഒരു ഷോട്ടിൻ്റെ ഒച്ച കേൾക്കാൻ. അപ്പോൾ ആ ഒരു ലേറ്റൻസി ഇഷ്യൂ ഇതിനുമുണ്ട്. അപ്പം നിങ്ങൾ ഒരു ഗെയിം അഡിക്റ്റോ അല്ലെങ്കിൽ ഗെയിമറോ ഒക്കെ ആണെങ്കിൽ ഗെയിം കളിക്കുന്ന സമയത്ത് മാത്രം നിങ്ങൾ ഇയർപോഡുകൾ അല്ലെങ്കിൽ ഈ ഒരു ഇയർബഡുകൾ ഉപയോഗിക്കുന്നതിൽ ഞാൻ റെക്കമെൻഡ് ചെയ്തില്ല. കാരണം ആ ഒരു ലേറ്റൻസി ഇഷ്യൂ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അത് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററി എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ബാറ്ററി എന്ന് പറയുന്നത് ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇവർ കമ്പനി പറയുന്ന പോലെ തന്നെ 4 hours നമുക്ക് ഒറ്റ സിംഗിൾ ചാർജിൽ നമുക്ക് കിട്ടും. 4 hours കണ്ടിന്യൂസ് പ്ലേ ബാക്ക് ഉറപ്പായിട്ടും കിട്ടും സിംഗിൾ ചാർജിൽ. പിന്നീട് നമ്മൾ ഈ ഒരു കേസിൽ കൊണ്ടിട്ട് ഒരു 1 മണിക്കൂറോ അല്ല അരമണിക്കൂറിനുള്ളിൽ നമുക്ക് ഡിവൈസ് നമ്മുടെ 2 സ്റ്റെമ്മുകളും ഫുൾ ചാർജ് ആവും. അതിനുശേഷം നമുക്ക് പിന്നെ 4 മണിക്കൂർ ഉപയോഗിക്കാം. അങ്ങനെ സൈമിൾട്ടേനിയസ് ആയിട്ട് 4 ചാർജിങ് നമുക്ക് ഒറ്റ ഈ ഒരു കേസിൽ നിന്ന് ലഭിക്കും. പിന്നെ നിങ്ങൾ നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം, ചില സമയത്ത് നമ്മൾ ഈ ഒരു ബഡ് ഓപ്പൺ ആകുന്ന സമയത്ത് നമുക്ക് ഈ കണക്ടിവിറ്റി ഇത് കാണിക്കും. അപ്പം നമ്മൾക്ക് ഇവിടെ ഈ ഒരു ചാർജിങ്ങിൻ്റെ സംഭവങ്ങൾ ഇൻഡിക്കേഷൻ കാണിക്കും. കേസിന് പക്ക ഒറിജിനലായിട്ടാണ്, അതിൻ്റെ കൃത്യമായിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള ആ ഒരു ചാർജാണ് കാണിക്കുന്നത്. പക്ഷേ ബഡിന് ചില സമയത്ത് ഈ ഒരു നമ്പറിനകത്ത് ഡിഫറൻസ് വരും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഈ ഒരു ബഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കില്ലേ, ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ 3-4 ദിവസം കൊണ്ട് ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ. ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞപ്പം എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഞാൻ മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാമെന്നാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പോയി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ ബട്ടൺ നിങ്ങൾ മറക്കാതെ എനേബിൾ ചെയ്യുക. സോ വൺസ് അഗൈൻ, ദിസ് ഇസ് മീ മിലൻ. Catch you guys in the next video. Till then, peace out.